നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിസയാണ്. അത് ഹോം മെയ്ഡ് ബ്രെഡ് പിസ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിക്കനും ബ്രെഡും അതുപോലെ എന്തൊക്കെയോ വെച്ച് എന്തൊക്കെയോ കാട്ടാൻ പോകുന്നു. അപ്പൊ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പിസയാണ്. സോ വീഡിയോ മിസ് ചെയ്യാതെ കണ്ടോളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിസ ഉണ്ടാക്കണേക്കാൾ മുന്നേ ശോകമായിട്ടുള്ളൊരു കാര്യം, ഈ പിസയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോഴാണ് എൻ്റെ കൈ ഇങ്ങനെയായിട്ട്. സോ എന്നെ സഹായിക്കാനായിട്ട് ഇപ്പം അതുൽ ബ്രോ ഉണ്ട്. നമ്മൾ എന്തൊക്കെ സാധനങ്ങളാ പിസയ്ക്ക് വേണ്ടതെന്ന് നോക്കാം നമുക്ക്. സോ നമ്മുടെ പിസയ്ക്ക് ആവശ്യമായിട്ടുള്ള ചോളം, ഈ ചോളം ഫുള്ള് നമുക്ക് ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം മതി. പക്ഷെ നമ്മൾ ചോളം ഫുള്ള് വേവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാലെടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിസയ്ക്ക് ഇടാനായിട്ട് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോ, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് ബട്ടർ, മിൽക്കി മിസ്റ്റ്, ചീസ് എടുത്തിട്ടുണ്ട്. ഇത് ഇതിന്റെ സാധനം ഓക്കെ. ബ്രെഡ് എടുത്തിട്ടുണ്ട്, മുട്ട, തക്കാളി, പിന്നെ കുറച്ച് റവ ആവശ്യത്തിന്. അപ്പൊ റവയുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറും പിസ അല്ല, ചിക്കൻ പിസ. സോ ആദ്യം നമ്മള് ബ്രെഡ് ഇങ്ങനെ പീസാക്കി നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് പാലും പിന്നെ കുറച്ച് റവയും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യും. എല്ലാം സെറ്റ് അല്ലേ ബ്രോ? എല്ലാം സെറ്റ് തന്നെ. കുറച്ച് ടേസ്റ്റി പിസ്സ. കുറച്ച് പാലെടുക്കാം, ശുദ്ധമായ പശുവിൻ പാൽ. ഇതെന്നിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ പാലായിരുന്നു മതി. മിക്സ് ചെയ്ത് നോക്കാം. ഇനി നല്ലോണം അങ്ങോട്ട് ഞാൻ വരാം. അപ്പൊ നമ്മുടെ പിസയുടെ മിക്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ബ്രെഡ് എടുക്കാൻ വന്നല്ലേ, ഇത് ചുങ്ങിപ്പോയി. നമ്മൾ ആദ്യം എടുത്ത ബ്രെഡ് അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ വേണമായിരുന്നു. അപ്പം നമ്മൾ കുറച്ചും കൂടെ ബ്രെഡും പാലും റവയും മിക്സ് ചെയ്യാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പീസ് ഉണ്ടാക്കി നോക്കുന്നത്. സോ എങ്ങനെ ഉണ്ടെന്നോ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നോ ഒന്നും അറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ബ്രെഡിന്റെ മിക്സ് ഏകദേശം ഈ പരിവായിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് റൗണ്ടിലൊരു ഇതാക്കി സെറ്റാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ചിക്കനും ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കാം. ആ ഒരു ഗ്യാപ്പിൽ കളിക്കേ. ഒരു സൈഡില് ചോളം, ഒരു സൈഡില് ബ്രെഡ്. അടുത്തത് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നു. അടുത്തത് നമ്മള് ചിക്കൻ പീസ് ആക്കാണ്. ചിക്കൻ എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്. നമ്മൾ ആദ്യം മഞ്ഞപ്പൊടി, പിഞ്ച് ഓഫ് മഞ്ഞപ്പൊടി മതി. ഇനി നമുക്ക് മുളക് പൊടി, പിഞ്ച് ഓഫ് മുളക്. ചിക്കമല്ല, ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഉപ്പ്, കുറച്ച് ഉപ്പ്. എങ്ങനെ നമ്മൾ ഇടുന്നത്? കേട്ടന്നെ കുറച്ച് ഒറിഗാനോ. കുറച്ച് ഒറിഗാനോ, ഇതാണ് ഒറിഗാനോ. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടാം നമുക്ക്. സോയ ഇനി ഞാൻ വരാം. ഞാൻ വരാം.
ചവര ഇപ്പൊ പ്ലാസ്റ്റിക് തിന്ന് ചെത്തല. ഞവരി വാ വറക്കാം. അത് മറ്റേ പാനിൽ വറക്കണോ? കണ്ണ് കാണില്ലേ? കണ്ണ് കാണില്ലേ? നമുക്ക് കുറച്ച് ചട്ടി ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സാധനം സെറ്റ് ചെയ്യാം. നല്ല മണമുണ്ട്, പിസയുടെ മണം. ഇതിപ്പോ ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ വർക്കായിരുന്നു അല്ലേ? അത് മതി. മെയിൻ ഐറ്റം ചിക്കൻ. അതാണ് സൗണ്ട്. ഭക്ഷണം പരത്തി നമുക്ക് ഇങ്ങനെ ഇല്ല. ഓക്കെ, നമ്മൾ പിസയുടെ ബേസ് സെറ്റ് ആക്കിയിട്ടുണ്ട് ബ്രെഡ് വെച്ചിട്ട്. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ പഴത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിസ്സേൻ്റെ മാവാണെങ്കിൽ കുഴപ്പമില്ല, ഇത് ബ്രെഡ് വെച്ചായതുകൊണ്ട് ഇങ്ങനെ നുറുങ്ങി പോകും. ഇത് പൊള്ളി. അത് കുറച്ച് പറിച്ച് തിന്നാം. റംബൂട്ടാനും മംഗോസ്റ്റിനും ഉണ്ട്. ചുടിക്കണോ റംബൂട്ടാൻ? ചുടി റംബൂട്ടാൻ വേണോ? ചുടിക്കൊടുക്കും. ചുടിക്കില്ല, തിന്നത് അതിനിഷ്ടം. മംഗോസ്റ്റിനും ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മുടെ പിസ്സ കാണാനായിട്ട് എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല പറഞ്ഞാൽ കാണാനൊരു രക്ഷയില്ല. കഴിക്കാൻ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല, നമുക്ക് നോക്കാം. നമ്മൾ ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ആഡ് ചെയ്യാണ്. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് നമ്മളിപ്പോൾ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ഒറിഗാനോ ഇടാം. ഈ പിസ്സയൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിച്ച ടേസ്റ്റ് തന്നെയാ. പുറത്തുനിന്ന് പിസ്സ വാങ്ങലില്ലേ? ഒറിഗാനോ സാമ്പിൾ പാക്കറ്റ് നമ്മൾ പുതിയത് വാങ്ങിയിട്ടുണ്ട്. എന്തിനും നമ്മുടെ പല്ലാണ് ആയുധം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ അടിയിൽ സാധനം കൂടി പൊട്ടിച്ചിട്ട് നമ്മുടെ കൈ. ഒറിഗാനോ ആഡ് ചെയ്യാണ്. സോ ഇത് നമ്മുടെ പിസ്സയുടെ ഫൈനൽ ടച്ചാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്തിട്ട് തിന്നാം. സോ നമ്മുടെ പിസ്സയുടെ പരിപാടികൾ കഴിഞ്ഞു അല്ലേ? ഇനി അടുത്ത പരിപാടി നമുക്കത് ഇനി അടുത്തത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് തിന്നില്ലെങ്കിൽ അമ്മ തെറി പറയും. പിസ്സ അതേ പാത്രത്തിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ പിസ്സ. നോക്കി കട്ട് ചെയ്യണം. നമ്മളിലാണ്ടി കട്ടറില്ലാത്തതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ്. നമുക്കിനി അടുത്ത കട്ടർ വാങ്ങാല്ലേ? ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെയും ഇങ്ങനെയും കട്ട്. സാധനം
സാധനം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി സെറ്റ് ആയല്ലേ. നല്ല കറക്റ്റ് മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളൊരു പിസ്സ കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ഈ പിസ്സയുടെ മണം പിടിക്കില്ല നമ്മൾ എന്ന് പറഞ്ഞ പോലെ. കഴിക്കോ? അയ്യോ ഓ ഗോഡ്, നമ്മുടെ പിസ്സ നമുക്കൊന്നു. പിസ്സ എടുക്കണ്ട ശൈലി എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ എടുക്കുക, ഈ സൈഡ് ഒന്ന് ഇങ്ങനെ മടക്കി പിടിക്കുക, ഇങ്ങനെ എടുക്കുക. എങ്ങനെയുണ്ട്? വീട്ടിലെന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റം അല്ലേ? അടിപൊളി അടിപൊളി അടിപൊളിയാ. സൂപ്പർ.